ഡോക്ടർ സൗമ്യ, ഇപ്പോൾ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ ഫ്ളാറ്റുകൾ താമസിക്കുന്നവർക്ക് പൊതുജലം അല്ലെങ്കിൽ പൊതുടാപ്പുകൾ കൂടി വരുന്ന വെള്ളം മാത്രമാണ് ആശയം. അത് കുടിക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും ഒക്കെ എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കുളിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലുമാവില്ല. നേർക്കുനേർ ചോദിച്ചാൽ ഈ ഷവറിൻ്റെ താഴെ പോയി ഒന്ന് കുളിക്കൽ പോലും സേഫാണ് എന്ന് പറയാൻ പറ്റുമോ ഡോക്ടർ സൗമ്യ? ഒരിക്കലും പറയാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ മുന്നേ വിചാരിച്ചിരുന്നത് ഇത്തരത്തില് നീന്തി കുളിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ചു കയറി പോകുന്ന, അങ്ങനെ കുളങ്ങളിലൊക്കെ നീന്തി തുടിച്ചു കുളിക്കുന്ന ആളുകളിലാണ്, അതാണ് ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് പറയപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കേസുകൾ നോക്കുന്ന സമയത്ത് ഈവൻ ഷവറിന്റെ താഴെയുള്ള, ഷവറിലൂടെ വരുന്ന വെള്ളം പോലും സേഫ് ആണ് എന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഈവൻ അങ്ങനെ വരുന്ന വെള്ളത്തിൽ പോലും ഇതിന്റെ സാന്നിധ്യം ഉണ്ടാവാം. അതേ വെള്ളം തന്നെ നമ്മൾ ഇത്തരത്തിൽ ഇപ്പൊ മുഖത്തേക്കൊക്കെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കഴുകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മൂക്കിലൂടെ നമ്മുടെ തലച്ചോറിലെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഇപ്പൊ നമുക്ക് കൂടുതൽ പഠനങ്ങളാണ് ആവശ്യം. ഒരു രോഗം, അത് ഏത് രോഗവും ആവട്ടെ, പൊട്ടിപ്പുറപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്തതിനേക്കാൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് ആ ഒരു രോഗത്തെ നമ്മൾ നേരിടേണ്ടത്. ഒന്ന്, അവിടെ ഉണ്ടാകുന്ന അക്യൂട്ട് മാനേജ്മെന്റ് വേണം. അതായത് അപ്പോൾ ഉള്ള കേസുകൾ കൂടുതൽ പെട്ടെന്ന് പഠിക്കുകയും ആ രോഗത്തെ എത്രയും വേഗം തന്നെ പിടിച്ചു കെട്ടാനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ് എത്രയും വേഗം ചെയ്യേണ്ടത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഭാവിയിൽ അങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, അതിനാണ് പഠനങ്ങൾ വേണമെന്ന് പറയുന്നത്. ഇപ്പോ അരുൺ സാർ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് കേസുകളാണ് ലോകത്ത് തന്നെ ഇത്രയും ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ പറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. കേസ് സ്റ്റഡികൾ വളരെ കുറവാണ്. നമുക്കിപ്പോൾ അറിയുന്ന വിവരങ്ങൾ തന്നെ എല്ലാം ശരിയാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോ ഈ ഒരു കേസ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇത്രയും കേസുകൾ വന്ന സ്ഥിതിക്ക് കൂടുതൽ പഠനങ്ങൾക്കുള്ള എല്ലാ സാധ്യതകളും നമുക്കുണ്ട്. അപ്പോ ഇതിന്റെ മോഡ് ഓഫ്, ഇതിപ്പോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് അല്ലെങ്കിൽ ഒരാളിലേക്ക് പകരുന്നത് മൂക്കിലൂടെ മാത്രമാണെന്നാണ് നമ്മൾ ഇപ്പൊ വിശ്വസിച്ചിരിക്കുന്നത്. ഇത് വേറെ രീതിയിൽ പകരുന്നുണ്ടോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. അപ്പോ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. പക്ഷെ അത് ഇപ്പോഴുള്ള കാര്യത്തിനെ അല്ല, ഇനി ഭാവിയിൽ ഒരു ഔട്ട് ബ്രേക്ക് ഒരിക്കലും ഈ രീതിയിൽ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ അങ്ങനെയാണ്. അപ്പോ പഠനങ്ങൾ നടക്കുന്നില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. പഠനങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് ഇപ്പോഴത്തെ കാര്യം ഇപ്പോൾ നോക്കണം. പഠനങ്ങൾ നമുക്ക് ഭാവിയിലേക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അനിവാര്യമായ പഠനങ്ങൾ നടക്കുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട സംശയം തന്നെയാണ്. താങ്കൾ പറയുന്നത് നമ്മൾ ഓരോ സമയത്ത് ഓരോ കേസ് വരുമ്പോൾ, ഇപ്പോൾ ആക്കുളത്തെ സ്വിമ്മിംഗ് പൂൾ പ്രശ്നം വരുമ്പോഴാണ് സ്വിമ്മിംഗ് പൂൾ പ്രശ്നമാകുന്നത്. അതുവരെ സ്വിമ്മിംഗ് പൂൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ പായൽ മൂടിക്കിടക്കുന്ന അഴുക്ക് പിടിച്ച കുളങ്ങൾ മാത്രമായിരുന്നു. ഒരു 3 മാസം പ്രായമുള്ള കുഞ്ഞിനിടയ്ക്ക് വന്നു. ഇത് പൊതുജനത്തോടൊരു കാര്യം ആധികാരികമായി പറയണമെങ്കിൽ നമുക്ക് വേണ്ടത് ആധികാരികമായ പഠനമാണ്. ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളും രോഗികളെയും പറ്റി പഠനത്തിൽ നിന്നാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് വിവരങ്ങൾ കിട്ടുന്നത്. പക്ഷെ ആ രോഗം കൂടുതലായിട്ട് കാണുമ്പോഴാണ്, അങ്ങനെയുള്ള രോഗികളിൽ നിന്ന് ഹിസ്റ്ററി നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞു വരുമ്പോഴും കൂടുതലായിട്ട് ആ കേസുകളെ പറ്റി പഠിക്കുമ്പോഴുമാണ് ഈ രോഗം വേറെ രീതിയിലും പകരാനുള്ള സാധ്യതയുണ്ടെന്നോ അല്ലെങ്കിൽ ആ രോഗാണു, ഈ പറയുന്ന അമീബയ്ക്ക് വേറെയും ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലായി വരാനുള്ള സാധ്യതകൾ മുന്നിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അത് ഏതൊരു രോഗത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഈ രോഗത്തിൽ നമ്മുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കുള്ള അറിവുകൾ പരിമിതമാണ് എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ പഠനങ്ങൾ വേണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെയുള്ള ഔട്ട് ബ്രേക്കുകൾ ഇനിയും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.